ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്താണ് ഈ എഫേസ്യൻസ് 2:8 ഓർക്കണം. ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ യോഗ്യതകളുടെ മേലെല്ലാം ഇങ്ങനെ കട്ടിങ് വരും. യോഗ്യതകളുടെ മേലെല്ലാം നമ്മുടെ മെറിറ്റുകളാണ് എപ്പോഴും ഡാമേജ് വരണത്. സർട്ടിഫിക്കറ്റ് പോലും സമയത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല. യാത്ര ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് കാണാൻ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് വിശ്വാസപ്രമാണം ചെല്ലും. എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോൾ പാസ്പോർട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പ്രാർത്ഥിക്കുക, എംപവർ ആകുക, പ്രേ ആൻഡ് ഗെറ്റ് എംപവേർഡ് എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയരുത്. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക, എംപവർ ആകുക. കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് നിൻ്റെ കൂടെ സഹസഞ്ചാരരാകാൻ പോകുന്നു എന്നൊക്കെയാണ്.